ഇത് ഹെൻറി ഫോർഡ് ഡിസൈൻ ചെയ്ത ഒരു വാഹനമല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ക്രെഡിറ്റ് മുഴുവനും. നമസ്കാരം, വെലോസിറ്റിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ആദ്യ വാഹന നിർമ്മാണ കമ്പനികളിൽ ഒന്നായിരുന്നു ഓൾഡ്സ്മൊബൈൽ. 1897 ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. വളരെ പ്രസിദ്ധമായ മൂവിംഗ് അസംബ്ലി ലൈൻ ഹെൻറി ഫോർഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് 1901 ഓൾഡ്സ്മൊബൈൽ മോഡൽ ആർ കർവ്ഡ് ഡാഷ് എന്ന് പറയുന്ന മോഡലാണ് ആദ്യത്തെ അസംബ്ലി ലൈൻ ടെക്നിക് ഉപയോഗിച്ച് നിർമ്മിച്ച കാർ. 1908 ഓൾഡ്സ്മൊബൈൽ എന്ന ബ്രാൻഡ് ജനറൽ മോട്ടോഴ്സ് ടേക്ക് ഓവർ ചെയ്തു. 1983 മുതൽ 86 വരെയുള്ള കാലഘട്ടം ആയിരുന്നു ഈ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ വർഷത്തിൽ 1 മില്യണിൽ പരം വാഹനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു ഗ്ലോബലി. 2004 ഏപ്രിലായപ്പോൾ ഓൾഡ്സ്മൊബൈൽ എന്ന ബ്രാൻഡ് ഉൽപ്പാദനം അവസാനിപ്പിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ 3.5 കോടിയിൽ പരം വാഹനങ്ങളാണ് ലോകമെമ്പാടും വിറ്റഴിച്ചത്. ഇത് ഓൾഡ്സ്മൊബൈൽ ഡൈനാമിക് 60. ഈ കാർ GD കാർ മ്യൂസിയത്തിൻ്റെ സ്ഥാപകനായ ഗോപാൽ സ്വാമി ദൊരൈസ്വാമി നായിഡുവിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് കാർ ആയിരുന്നു. ജനറൽ മോട്ടോഴ്സിൻ്റെ എ ബോഡി പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഈ കാർ 1939 മുതൽ 1948 വരെ പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. ഇതിന് വന്നിരുന്നത് 2 എൻജിൻ സ്പെക്സിലാണ്. ആദ്യകാലത്ത് ഒരു 3.5 ലിറ്റർ ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനും പിന്നീട് ഒരു 110 HP കരുത്ത് ഉള്ള ഒരു 8 സിലിണ്ടർ സ്ട്രെയിറ്റ് ലൈൻ എഞ്ചിനും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ട്രാൻസ്മിഷൻ 3 സ്പീഡ് സിങ്ക്രോമെഷ് മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ടായിരുന്നു. 4 സ്പീഡ് ഹൈഡ്രാമാറ്റിക് അഥവാ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആയിരുന്നു. ഇതിൻ്റെ ബോഡി സ്റ്റൈൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡോർ 4 ഡോർ സെഡാൻസ് ഉണ്ടായിരുന്നു, കൂപ്പേസ് ഉണ്ടായിരുന്നു, കൺവേർട്ടബിൾസ് ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റേഷൻ വാഗൺസും അവൈലബിൾ ആയിരുന്നു. ഇതിൻ്റെ ഒരു ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 5182 mm ആണ് ഇതിൻ്റെ ലെങ്ത്. ഏകദേശം ടെമ്പോ ട്രാവലറിൻ്റെ ലെങ്തോളം വരും. ടെമ്പോ ട്രാവലിന് 5615 mm ആണ്. അതായത് 5075 mm ലെങ്ത് ഉള്ള മെർസിഡീസ് E ക്ലാസിനേക്കാളും ലെങ്തിയർ ആണ് ഈ ഓൾഡ്സ്മൊബൈൽ ഡൈനാമിക് 60. 3023 mm വീൽ ബേസ് ഉള്ള ഈ കാറിന് സോഫ ടൈപ്പ് സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റെയർ സീറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അന്നത്തെ കാലത്ത് ഒട്ടുമുക്കാലും കാർസ് എല്ലാം ഷോഫർ ഡ്രിവൺ ആയിരുന്നല്ലോ. ഈ കാണുന്ന ഡൈനാമിക് 60 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1 വർഷം കഴിഞ്ഞുള്ള മോഡലാണ്. 100 ഹോഴ്സ് പവർ കരുത്തുള്ള ഈ വാഹനം ഒരു 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 187 km/h ആണ്. ഈ കാറിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ഒരു ഡ്യുവൽ സ്പ്ലിറ്റ് വിൻഷീൽഡ് ആണ്. ഇതിൻ്റെ വൈപ്പേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വാക്യൂം അസിസ്റ്റഡ് ആണ്. ആ കാലത്തെ വാഹനങ്ങളുടെ എല്ലാം വൈപ്പേഴ്സ് അങ്ങനെയായിരുന്നു പ്രവർത്തിക്കുന്നത്. ഈ ഓൾഡ്സ്മൊബൈൽ ഡൈനാമിക് 60യെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇനി ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസ് കാണാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.